ആ എന്താണ് എല്ലാരും കൂടി ഇവിടെ കുത്തിയിരിക്കണത്? ചേട്ടാ ഒരു കാര്യം ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് വന്നതാ. എന്ത് കാര്യം? അത് വേറെ ഒന്നുമല്ല, ഒരു കാര്യം. എന്തോന്നാണ് കാര്യം പറയാന്ന്? ചേട്ടാ കാര്യം പറഞ്ഞതിന് മുന്നേ കാര്യം പറയാന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ ശരിയാവും? നീ പറ. അല്ല ചേട്ടൻ താളം തെറ്റി കിടക്കണേ. താളം തെറ്റി കിടക്കണ ആര്? എനിക്കാ? നീ എന്നെ പറഞ്ഞു പറഞ്ഞ് താളം തെറ്റിക്കൂ? ചേട്ടാ കൂളാവ്. ചേട്ടാ ചേട്ടന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായോ? പറഞ്ഞാടാ, എനിക്കറിയില്ലായിരുന്നു എന്റെ പ്രശ്നം എന്തുവാന്ന്. നീ പറഞ്ഞാടാ. ചേട്ടാ ഇങ്ങനെയാണ് ചൂടാവണത്. ഞങ്ങൾ ചേട്ടനോട് ചോദിക്കാൻ ചേട്ടൻ ഇത്രയും കിടന്ന് മൂഡ് ഓഫ് ആണല്ലോ, എന്തെങ്കിലും കാര്യം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ റിലാക്സ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈടായിട്ട് എന്ത് പറഞ്ഞാലും ചേട്ടനൊന്നും ഇഷ്ടമല്ലല്ലോ, പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് നീ പറഞ്ഞ എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ലാണ്. നീ ഒന്നും പറയണ്ട കേട്ടാ. ഈ പൊട്ട് പിടിച്ചിരിക്കുന്ന സാധനത്തിന്റെ അടുത്ത് പറയാൻ വന്ന എന്നെ തന്നെ തല്ലിയാ മതി. മുടി ഞാൻ ചേട്ടന്റെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നില്ല പോലെ. ശിവ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട്. പിന്നെ വിളിക്കണത് എന്താ ചേട്ടാ? ചേട്ടൻ ഓഫീസിൽ ചേട്ടന്റെ വർക്കിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും കുറ്റോ വഴക്കോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? എന്നെ എന്ത് ഓഫീസിൽ കുറ്റം വഴക്കും പറയണ? ഞാൻ വർക്കിൽ ഇപ്പോഴും ടോപ്പാണ്. എന്നെ അങ്ങനെ ആർക്കും ബീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതെ, ഞാനൊരു കാര്യം ചോദിക്കുന്നോണ്ട് ചേട്ടനൊന്നും തോന്നരുത്. ചേട്ടന്റെ വല്ല ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വേറെ അറിയാവുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമായിട്ടേ ചേട്ടൻ ഓഫീസിലോ വല്ല പൈസ എടുത്ത് തിരിമറി നടത്തിയതാണോ നീ ഉദ്ദേശിക്കണത്? പോളിയായിരുന്നു. എടി ഇവളെന്തോന്നൊക്കെയാണ് പറയണേ? ഞാൻ തിരിമറി നടത്തി ഓഫീസിനാ? ഞാൻ ചോദിച്ചത് ചാടി കടിക്കാൻ വരുന്നേ. പിന്നെ നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കിയാൽ എങ്ങനെയാന്ന് അടങ്ങ്. ചേട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചേട്ടൻ അത് പറ. അതെങ്കിലും വഴക്കുണ്ടാക്കരുത് ചേട്ടൻ. എനിക്ക് എന്തോന്നടി പ്രശ്നം? എനിക്ക് അറിയാൻ മേലുണ്ടോ? എനിക്ക് കുറെ നേരം എന്തോന്ന് പ്രശ്നം? ചേട്ടൻ ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ. നല്ല കാര്യം. അടുക്കളയിൽ എന്തോരം പണി ഉണ്ടായിരുന്നു എന്ന് അറിയോ? അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ അവിടെ വന്ന് നിൽക്കണത്. എനിക്കാണെങ്കിൽ കുറെ പഠിക്കാനുണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ. ചേട്ടാ ആര് വിളിക്കണേ? ആര് വിളിച്ചാലും നിനക്കെന്താടാ? കേട്ടല്ല, നമ്മളാരും ചേട്ടന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. പോവാ. സന്തോഷായല്ലോ, ചർച്ചയൊക്കെ കഴിഞ്ഞല്ലോ, തന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലായല്ലോ നിനക്ക്. ഞാൻ പോകുന്നു. കാര്യങ്ങൾ എന്തെന്ന് നീ എന്താന്ന് വെച്ചാ കാണിക്കും. അപ്പൊ നീയാണ് ഈ കിടന്ന എല്ലാത്തിനും ചെവിയിൽ പറഞ്ഞു നടന്നല്ലേ? നീ ഷോ കാണിക്കലടാ. നിനക്ക് എന്തോ, നിനക്ക് വാടച്ചിരിക്കാൻ പറ്റത്തില്ല ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എടുക്കില്ല, നിന്റെ വിഷയമല്ല അത്. നോയ്യോ, കുറച്ച് കഴിയുമ്പോ കിടന്ന് കൈയും കാലോട്ട് അടിച്ച് നമ്മുടെ തന്നെ വരും. അപ്പൊ കാണാം. സുരേഷ് ഏട്ടൻ, നിങ്ങൾ ഇത് ആദ്യമേ എന്റെ അടുത്ത് പറയണായിരുന്നു. എനിക്ക് അങ്ങനെ വല്ലോണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഇതിപ്പോ ബാങ്കിൽ മൊത്തം ആൾക്കാർ അവിടെയുള്ള എല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ അറിയണത് അല്ലേ? സുരേഷ് ഏട്ടൻ, എനിക്ക് അവിടെ എന്തെങ്കിലും ഞാൻ ചെറുതോ വലുതോ എന്തെങ്കിലും നടന്നാൽ ഞാൻ അപ്പൊ തന്നെ സുരേഷ് ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറയാറില്ലേ? ഇല്ല. ആണോ ഇതിന്റെ ഇടയിൽ കൂടി ഇല്ല ഇതിന്റെ ഇടയിൽ കൂടി അവിടുത്തെ ടീം ലീഡർ ഡബിൾ മീനിങ്ങിൽ എൻ്റെ ഫ്രണ്ട് വെച്ച് അറിഞ്ഞ പോലെ സംസാരിച്ച് ഞാൻ പിന്നെ അത് മൈൻഡിൽ ഞാൻ കണക്കെടുത്തില്ല. കാരണം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് തിരിച്ച് അങ്ങനെയൊന്നും ഇല്ല. ഇല്ല ഇനി ആ ആൾക്കാരെ കണ്ട് മനസ്സിലാക്കിയിട്ടേ ഇനി ഇടപഴകുന്നുള്ളൂ. ഇന്നത്തോടെ ഇനി എങ്ങനെയാ? എനിക്ക് പിണക്കൊന്നുമില്ല സുരേഷ് ഏട്ടാ. ഞാൻ കാര്യം പറഞ്ഞപ്പോ ഞാൻ കാര്യം പറയണ്ടേ? ഞാൻ ചെറിയ കൊച്ചൊന്നും അല്ലല്ലോ, ഞാൻ വലുതായില്ലേ, എനിക്ക് അറിയാം എൻ്റെ കാര്യങ്ങൾ നോക്കാൻ. സുരേഷ് ഏട്ടാ, ഞാൻ വിളിക്കാം. അത് സീനില്ല, നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി. വെള്ളം കിട്ടിയാ? ഇല്ലടാ, ചീറ്റി പോയി. ചേട്ടൻ അകത്തോട്ട് കയറി പോയില്ലേ? പക്ഷെ എന്തോ പ്രശ്നമുണ്ട്, അത് രൂക്ഷമായ പ്രശ്നമാണ്, അതെനിക്ക് മനസ്സിലായി. തന്നെ എന്തോന്ന്? ഹായ് തേങ്ങ, ഇതോടെ കിട്ടി? ഇതാ അടുക്കളയില് അവിടെ തേങ്ങ പൊതിച്ച് വെച്ച് പിന്നെ എന്തിന് രണ്ടാമത് തേങ്ങ എടുത്ത് പൊതിച്ചോണ്ടിരിക്കണത്? അത് അടുക്കളയിലേ 1-2 തേങ്ങയുടെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു. 1-2 അല്ല, 3 തേങ്ങയുടെ ആവശ്യമുണ്ട്. 2 കറിക്ക് അരിയാനും പിന്നെ തല വെച്ച് ഒരെണ്ണം അടിച്ച് പൊളിക്കാനും. നീ നിന്റെ ഉടായ്പ നീ എൻ്റെ അടുത്ത് എടുക്കല്ലേട്ടാ.
നീ ഇത് എന്തിനു ഇവിടെ പൊതിയാൻ വന്നത്? ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിനക്ക് അറിയണം അല്ലേ? നിനക്ക് ഇപ്പോഴും ഈ സ്വഭാവം മാറിയില്ലേ? നിനക്ക് നാണമില്ലേ? ചേട്ടാ എന്ത് ചേട്ടാ പ്രശ്നം എന്ത്? ഞങ്ങൾ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളത്തിന്റെ അളവെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടി വെച്ചെന്നാണല്ലോ പ്രശ്നം. ചേട്ടാ കാര്യങ്ങളും പ്രശ്നങ്ങളും അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് നിധിയൊന്നും കിട്ടാൻ പോകില്ല. പക്ഷെ ചേട്ടന്റെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. ചേട്ടൻ എന്തെങ്കിലും ഒരു കാര്യം കിട്ടി അതിങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടി ടെൻഷൻ അടിച്ചൊരു വഴിയോ അത് ഒഴിവാക്കാനാണ് ഞങ്ങൾ കയറി ഇടപെടുന്നത്, അല്ലാണ്ട് വേറെ ഒന്നിനും അല്ല. ചേട്ടാ ചേട്ടൻ്റെ മെയിൻ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മ ഇവിടെ ഇല്ലാത്തതാണ് അല്ലേ? ചേട്ടൻ പൊതുവെ ഉള്ള എല്ലാ കാര്യങ്ങളും ചെന്ന് ഷെയർ ചെയ്യുന്നത് അമ്മയടുത്താണ്. പക്ഷെ ഇപ്പം അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആരുടെ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വിങ്ങലാണ് ചേട്ടന്. ചേട്ടൻ എന്നെ കണ്ടുപിടി. ഞാൻ ഇപ്പം തന്നെ അച്ഛനും അമ്മയടുത്തൊന്നും അധികം എല്ലാ കാര്യങ്ങളൊന്നും പറയൂല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഫേസ് ചെയ്യണം. നീ മൊട്ടേന്ന് വിരിഞ്ഞില്ലല്ലടാ. നിനക്ക് എന്തുവാ മാത്രം പ്രശ്നം ഇപ്പൊ ഫേസ് ചെയ്യാൻ ഉണ്ടായത്? നിന്നെ പോലെയാണ് ഞാൻ. എനിക്ക് 10-28 വയസ്സാടാ. അതിനനുസരിച്ച് തന്നെ എന്റെ പ്രശ്നങ്ങൾ വലുതാണ്. ചേട്ടന്റെ പ്രശ്നങ്ങൾ വലുതായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേണമെങ്കിൽ സമ്മതിച്ചു തരാം. പക്ഷെ ചേട്ടൻ വലുതായെന്ന് പറയല്ലേ, സമ്മതിച്ചു തരൂല. നീ എന്താ കയ്യങ്ങൾ വേണ്ട. അവിടെ തല്ലട്ടോ, അത്ര വേണമെങ്കിൽ തല്ലട്ടെ. ഞാൻ എന്തായാലും ചേട്ടന്റെ കാര്യത്തിൽ ഇടപെടാൻ പോകില്ല. ചേട്ടനായി ചേട്ടന്റെ കാര്യം തീർന്നില്ലേ? അത് തന്നെ എനിക്കിഷ്ടം. എനിക്ക് കുറെ ഇറന്ന് കഷ്ടപ്പെടണ്ട. എനിക്ക് അത് തന്നെ ഇഷ്ടം. ഇനിയിപ്പോ എന്തായാലും നമ്മളെല്ലാം കൂടെ സന്തോഷമായിട്ട് പോകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇനി എന്തായാലും നടക്കൂലല്ലേ? ശിവ നീ വന്നേ പോവാ. അതെ, ചേട്ടൻ വലുതായി ചേട്ടന്റെ ലോകമൊക്കെ മാറി. നമുക്ക് അതിലൊന്നും സാധനം ഇല്ലല്ലോ, പോവാ. ചേച്ചി കഴിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നോക്ക്. വലുതായിട്ടൊന്നും വേണ്ട, വലിയ കഷ്ടപ്പെടാനും നിൽക്കണ്ട. അതെ, സിദ്ധു എന്നെ വിളിക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെട്ട് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അത് കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്.